ഇതിനെ ഇവിടെ അറിയപ്പെടുന്നത് ചെരു എന്നാണ്. വെള്ളം ഇങ്ങനെ കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം എകരത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. ഡാമിനെ മാതൃകയാക്കിയിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വരുന്ന ഏരിയയിലൊക്കെ തന്നെ അത്യാവശ്യം ഹൈറ്റിൽ ചെരിച്ച മതിൽ ഇവർ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു എകരത്തിലേക്ക് ഞാൻ കയറി നിന്നത് ചിലപ്പോൾ നോക്കുമ്പോൾ കുണ്ടാകുമെന്ന് കരുതിയിട്ടായിരുന്നു. കാരണം ഈ ഒരു മതിൽ 6 അടിയോളം കൂടുതൽ ഹൈറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറി നിൽക്കുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയുക. പെട്ടെന്ന് ആ വെള്ളം അങ്ങോട്ട് കാണുമ്പോഴുള്ള ഒരു ഫീലിങ്സ് വേറെ ലെവലായിരുന്നു. ഈ വലതേ ഭാഗത്ത് കാണുന്ന മതിൽക്കെട്ടുകളെല്ലാം തന്നെ അപ്പുറത്തെ ആ ഒരു വെള്ളക്കെട്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വെള്ള സംഭരണിയുടെ ആ ഒരു കെട്ടാണ്. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ അതുപോലത്തെ കളവണ്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നല്ല കൃഷിയിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വില്ലേജ് വൈബ് തേടിയിട്ടുള്ള യാത്രയാണ്. കൂടുതലും ഉൾഗ്രാമങ്ങളിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടങ്ങളിൽ 10% വീടുകളുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ 90% കൃഷിയുമായി ബന്ധപ്പെട്ട ഏരിയകളാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് ധർമ്മവരത്തെ എനിക്ക് നോക്കിക്കാണാനും അനുഭവിച്ചറിയാനും സാധിച്ചിട്ടുള്ളത്. അങ്ങനെ മലനിരകളൊക്കെ തന്നെ ഇങ്ങനെ ഓളത്തിലും താളത്തിലും കിടക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇരു സൈഡിലും കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ, പിന്നീട് നമുക്ക് നല്ലൊരു ഓറഞ്ച് കൃഷിയുടെ ഒരു ഏരിയ കിട്ടി. കിലോമീറ്റർ കണക്കിന് നീണ്ടു കിടക്കുന്ന, കണ്ണെത്താ ദൂരം നീണ്ടു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് ഓറഞ്ചിൻ്റേത് നമുക്ക് കാണാൻ സാധിച്ചത്. തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ഒരു കൃഷിയിടത്തിൽ നല്ലൊരു മരവും അതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഇരിപ്പിടവും ചെയ്തു വെച്ചത് കാണാൻ വളരെയധികം രസകരമായിരുന്നു. പിന്നീട് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ കാണുന്നതാണ് ഒരുപാട് ആടുകളെ ഇങ്ങനെ മേച്ചിക്കൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടാണ് നമ്മളവിടെ നിന്ന് പറഞ്ഞയച്ചത്. പിന്നീട് തിരിച്ചു പോകുമ്പോൾ നമ്മളവിടെ വെള്ളം കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് കൊടുക്കുകയൊക്കെ ഉണ്ടായി. മൂപ്പര കയ്യിലുള്ള വെള്ളക്യാനിൽ വെള്ളം കുറവായിരുന്നു. അങ്ങനെ നമ്മൾ പക്ക ഗ്രാമത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷനിലാണ്. കടപ്പ കൊണ്ട് ഉണ്ടാക്കിയ മതിലുകൾ, പിന്നീട് ഉന്തുവണ്ടി, കാളവണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ, ചെറിയ വീടുകൾ, ആൽമരം, ആൽത്തറ, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളിലേക്കൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അത്യാവശ്യം സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള വരുമാനം കൃഷി ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കൾച്ചറും കൃഷിയുമായി ബന്ധപ്പെട്ട രീതിക്കായിരിക്കും എന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ആളുകളുടെ ശരീരഘടന അല്ലെങ്കിൽ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാളെ വിലയിരുത്താൻ ഇവിടെ പറ്റൂല എന്നുള്ളതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കുറച്ച് വീടുകളുള്ള ഏരിയയിൽ നിന്നും കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ടാറിങ് എല്ലാം തീർന്ന ഒരു റോട്ടിലേക്കാണ് എത്തിയത്. ഇനി ഈ ഒരു റൂട്ടിന് പോയി കഴിഞ്ഞാൽ വേറെയും 1-2 ഗ്രാമങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത.